ശബരി റെയിൽപാതയുടെ പദ്ധതി പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം മാത്യൂസ് വർക്കി താലൂക്ക് സഭയിൽ ആവശ്യപ്പെട്ടു. 22 വർഷം മുൻപ് കല്ലിട്ട സ്ഥലങ്ങൾ ഏറ്റെടുക്കുമ്പോൾ വിലയിലുണ്ടാകുന്ന വ്യത്യാസവും അവർക്ക് ലഭ്യമാകുന്ന തുകയും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മാത്യൂസ് വർക്കി താലൂക്ക് സഭയിൽ വിഷയം ഉന്നയിച്ചത്. ശബരി റെയിൽവേയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മൂവാറ്റുപുഴ താലൂക്ക് സഭയിൽ ഉന്നയിച്ച് ജില്ലാ പഞ്ചായത്ത് അംഗം മാത്യൂസ് വർക്കി 22 വർഷങ്ങൾക്ക് മുൻപ് പദ്ധതിക്കായി മൂവാറ്റുപുഴയിലെ പ്രദേശങ്ങൾ കല്ലിട്ടു പോയിരുന്നു. ഇതേ തുടർന്ന് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വീട് വയ്ക്കാനോ പുതുക്കിപ്പണിയാനോ സ്ഥലം ബാങ്കിൽ പണയപ്പെടുത്താനോ ഒന്നും സാധിച്ചിരുന്നില്ല. പുതിയ ഉത്തരവുകൾ എന്തെങ്കിലും സർക്കാരിൽ നിന്നും മൂവാറ്റുപുഴ താലൂക്കിലേക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നും ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ പ്രകാരം എത്ര സ്ഥലം ഏറ്റെടുക്കുമെന്നുമുള്ള വിവിധ വിഷയങ്ങളാണ് മാത്യൂസ് വർക്കി താലൂക്ക് സഭയിൽ ഉന്നയിച്ചത്. 22 വർഷം മുമ്പ് ഈ റെയിൽപാതയ്ക്ക് സ്ഥലം ഏറ്റെടുത്താണ്. ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാരും തമ്മിൽ ധാരണയായി എന്ന് കേൾക്കുന്നു. പകുതി പണം സംസ്ഥാന സർക്കാർ വഹിക്കാൻ തയ്യാറായി. അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുകൾ നമ്മുടെ താലൂക്കിൽ ലഭ്യമായിട്ടുണ്ടോ? ഒന്നാമത് ചോദ്യം അതാണ്. രണ്ടാമത്, ഈ മുളവൂർ മേഖലയിലും അതുപോലെ തന്നെ പെരുമറ്റം മേഖല, ഈ രണ്ട് മേഖലയാണ് പായിപ്ര പഞ്ചായത്തിന്റെ മേഖല കടന്നു പോകുന്നത്. അതിൽ മുളവൂർ മേഖലയിലെ നമ്മുടെ രജിസ്റ്റർ ഓഫീസിലെ മതിപ്പ് വിലയും വെള്ളറുക്കുന്നം വില്ലേജിലെ രജിസ്റ്റർ ഓഫീസിലെ വിലയും തമ്മിൽ വളരെ അന്തരം. ഈ റെയിൽപാത കടന്നു പോകുന്ന സ്ഥലങ്ങൾ, ചില സ്ഥലങ്ങൾ ഉൾപ്രദേശങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, ചില പ്രദേശം റെയിൽപാത പോകുന്നത് ജംഗ്ഷൻ കേന്ദ്രീകരിച്ചാണ്. അപ്പം അങ്ങനെ പോകുമ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിലും വിലകളുടെ വ്യത്യാസമുണ്ട്. ഈ ആളുകൾക്ക് 22 വർഷം മുമ്പ് ആ സ്ഥലം ഏറ്റെടുത്ത് കുറ്റിവെച്ച് അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം കൃഷി ചെയ്യാൻ മാത്രം ഉപയോഗപ്രദമാക്കി വീട് വയ്ക്കാനോ അല്ലെങ്കിൽ ലോൺ എടുക്കാനോ മറ്റു സൗകര്യങ്ങളൊന്നും ഇല്ലാതെ 22 വർഷമായിട്ട് കിടക്കുക. ഇതിൽ നിന്നൊരു ശാപമോക്ഷം കിട്ടുമെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ മുളവൂരും അതുപോലെ തന്നെ പെരുമറ്റത്തുമുള്ള ആളുകൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വളരെ സന്തോഷത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. 22 വർഷങ്ങൾക്ക് മുൻപ് ഏറ്റെടുക്കുമ്പോഴുള്ള വില തന്നെയാണോ ഇപ്പോൾ നൽകുക? റെയിൽവേ വരുന്നതോടുകൂടി അതാത് പ്രദേശത്തെ ജനങ്ങൾക്കുണ്ടാകുന്ന അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ പ്രത്യേക കമ്മിറ്റികൾ രൂപീകരിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? ഇത്തരത്തിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട് താലൂക്കിലെ ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊതുജനങ്ങളെ കൂടി അറിയിക്കണമെന്നാണ് മാത്യൂസ് വർക്കി ആവശ്യപ്പെട്ടത്. ഈ താലൂക്ക് സഭയിൽ കൃത്യമായ ഉത്തരം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ വരുന്ന താലൂക്ക് സഭയിൽ തന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ ലഭ്യമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.